ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ അനിയത്തിയുടെ റംഗോലി ഫംഗ്ഷൻ്റെ പിന്നാപ്പുറ കാഴ്ചകൾ കുറച്ച് രസകരമായിട്ടുള്ള കാഴ്ചകൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ കാറ്റാടിയിൽ നമ്മൾ വീടിനടുത്തുള്ള കാറ്റാടിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് റംഗോലി. അപ്പോൾ നമ്മളെല്ലാവരും അങ്ങോട്ട് നടന്ന് പോവാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടാമത്തെ അമ്മനാച്ചന്മാരെ വീടിൻ്റെ അടുത്താണ് നമ്മൾ ഈ റംഗോലി ആഘോഷിക്കണേ. അപ്പോൾ അവിടുത്തെ കാറ്റാടി കടപ്പുറ ഭാഗത്തേക്ക് പോവാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട്. അപ്പോൾ ഉമ്മാരൊന്നും റംഗോലി ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നില്ല കേട്ടോ. നമ്മൾ ബാബിമാർ, ഇത്താര്, ഞങ്ങൾ കുട്ടികൾ ഒക്കെ കൂടിയിട്ടാണ് റംഗോലി ഫംഗ്ഷനിലുള്ളത്. അപ്പോൾ ലിയമോൾ കാറ്റാടി വന്നപ്പോൾ തന്നെ കടപ്പുറത്തേക്ക് പോകാനുള്ള എല്ലാ ഒരു പ്ലാനിങ്ങിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തർ ഭാഗത്തായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ സ്റ്റേജ് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണുള്ളൂ. അനിയന്മാർ അവിടെ സ്റ്റേജ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഡ്രസ്സ്, റംഗോളിയുടെ ഡ്രസ്സ് ഇതാണ്. ബ്ലാക്ക് ടോപ്പും പിന്നെ ഇങ്ങനത്തെ റംഗോലി ഷോളില്ലേ, ആ ഷോളാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ ബ്ലാക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്ത് പിന്നെ എൻ്റെ അനിയത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മായിയുടെ മോളാണ് കേട്ടോ. അപ്പോൾ അമ്മായിയുടെ മോളാണ് പള്ളീൻ്റെ. അവൾ ഉപ്പാടെ ഫാമിലിയുള്ളവരും വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഉമ്മാടെ സെറ്റാണ്. അപ്പോൾ ഉമ്മാടെ ഭാഗത്തുള്ളതാണ് ഞങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇതാണ് കല്യാണപ്പെണ്ണ്. മറ്റേത് ഇത്താടെ മോളാണ് നെച്ചു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇപ്പോൾ സെറ്റ് ചെയ്തപ്പോൾ എന്താ പറയുക സ്റ്റേജും കാര്യങ്ങളൊക്കെ സെറ്റായപ്പോൾ നമ്മളെല്ലാവരും അങ്ങോട്ട് നടന്നു പോവാണ്. ഇത് താത്താടെ മോൾ, ഹൈറുത്താടെ മോളാണ് റിച്ചു. ഇത് ചാച്ചി, ചാച്ചിനെ അറിയാം, വീട്ടിൽ കണ്ടിട്ടുണ്ട്. പിന്നെ ഇത് ബാബി കേട്ടോ, ഇക്കാടെ ഷൗക്കത്തക്കാടെ ഭാര്യ ബാബി, ആശി ബാബിയാണ്. പിന്നെ ആൻസി, ആമി, റാബി ബാബി, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഇത് ഞങ്ങൾ മൊത്തം ഉപ്പാടെ സെറ്റ് അടങ്ങിയിട്ടുള്ള ഒരു ടീമാണ് കേട്ടോ. അപ്പോൾ ഉണ്ണി, അപ്പോൾ നല്ല ലിയമോളും ഉണ്ണിയും കൂട്ട് ഒരു വയസ്സില്ല, 30 വയസ്സിന് ഡിഫറൻറ്റ് ഉണ്ടെന്ന് തോന്നുന്നത്, എനിക്ക് തോന്നുന്നത്. അങ്ങനെ അവിടെ എല്ലാം ഒന്നും സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് ഇത്ര 2 മക്കളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഞാനിങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ പിടിച്ച് നിർത്തിയിരിക്കുകയാണ് കേട്ടോ. ഒരു രസം. പിന്നെ ഇത് കാണുമ്പോൾ അതൊരു രസമല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ എല്ലാവരും പിടിച്ച് നിർത്തി. ഇത് കാലിശത്ത, അടിപൊളിയാണ്, എൻജോയ് ചെയ്യാനും ഒക്കത്തിനും നല്ല ഇതാണ്. അങ്ങനെ പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് ആണെന്ന് പറയാം. ഉപ്പാടെ ഫാമിലിയിൽ എൻ്റെ സംസാരിക്കാൻ പറ്റുന്ന ഒരു ഇത്തയും കൂടിയാണ് കാലിശത്ത. അങ്ങനെ പിന്നെ നൂർജത്ത, ഇതും അമ്മായിയുടെ മോൾ തന്നെയാണ് നൂർജത്ത. പിന്നെ കല്യാണപ്പെണ്ണിൻ്റെ പേര് ഞങ്ങളെ അശ്വിന പറയുക, പക്ഷേ ഇസ്മത്ത് സുൽത്താൻ എന്നാണുള്ളത് കറക്റ്റ് നെയിം. അങ്ങനെ പിന്നെ ഉപ്പാട് ഫാമിലിയിൽ വെച്ച് മൈ ഫേവറേറ്റ്, ഭയങ്കര ഒരു അടിപൊളി ഇഷ്ടമാണ് താരത്താനെ, അയത്താണ് കേട്ടോ അത്. പിന്നെ ഉമ്മ ബ്ലാക്ക് സാരി ചുറ്റിയുണ്ടായിരുന്നില്ല. ഉമ്മ ലിയമോളെയും കൂടി നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഉമ്മ വന്നത്. പിന്നെ ഇത് അമ്മായി, എൻ്റെ 4ാമത്തെ അമ്മായി, 5 അമ്മായിലുണ്ട്, അതിലേക്ക് 4ാമത്തെ അമ്മായിയാണ് ഇത്. അപ്പോൾ ഉമ്മ മോളവിടെ വിളിക്കുന്നുണ്ട്. ഇപ്പോൾ ചാച്ചി വന്നിട്ടാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ഇക്കടെ മോളാണ് അൻസി മോള്. അപ്പോൾ കുട്ടികളും എല്ലാവരും ബ്ലാക്ക് ഡ്രസ്സിൽ തന്നെയാണ് കേട്ടോ. എല്ലാവരും ബ്ലാക്ക് ഡ്രസ്സാണ് നമ്മൾ സെറ്റ് ചെയ്തത് തന്നെ. അപ്പോൾ നോക്കിയാൽ നല്ല ഡ്രസ്സല്ലേ കാണാൻ, പച്ചപ്പും ഒക്കെ. അപ്പോൾ അന്ന് മഴ പെയ്ത കാരണമാണ് കേട്ടോ അവിടെ വെള്ളം നിൽക്കുന്നത്. നല്ല രസമുണ്ട്. അവിടെ സേവ് ഡേറ്റും ബ്രൈറ്റും ഒക്കെ നടക്കുന്നുണ്ട്. ആ ബാക്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം. അപ്പോൾ ലിയമോളാണെങ്കിൽ വെള്ളവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഭയങ്കര കളിക്കാനുള്ളൊരു ഇതിലാണ്. അപ്പോൾ ഞങ്ങൾ പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. വീട്ടിൽ അതിൽ നേരിട്ടും കാണാനും നമ്മളെ ഭാഗത്ത് രസമുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കൂട്ടത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ പറഞ്ഞു ഒന്നും കൂടി ഒരു 2 മിനിറ്റ് 5 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് വീണ്ടും അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അതിന് വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അശ്വി അവിടെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ മെനക്കെട്ടിട്ട് ഇറങ്ങിക്കാൻ ഒരു ഡാൻസൊക്കെ കളിച്ചിട്ട് ഞങ്ങളിത് പാരുള്ളൂ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ സ്റ്റേജിൻ്റെ കാര്യങ്ങളൊക്കെ ഒരുവിധം ആയിട്ടുണ്ട്. ഇനിയും ലഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടോ. കണ്ടില്ല, ഞാൻ പറഞ്ഞു അവിടെ സേവ് ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഒരു വിധത്തിൽ അവിടെയൊക്കെ സെറ്റായിട്ട് പിന്നെ അളിയൻ്റെ ആൾക്കാർ, അശ്വരി ഉപ്പ ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട്. അവർ ടീമായിട്ട് നിൽക്കുന്നുണ്ട്.